ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദുഃഖമുഖരിതമായിരിക്കുന്ന അന്തരീക്ഷത്തിലാണ് നാം ആയിരിക്കുന്നത്. സമൂഹത്തിൻ്റെ നാനാതുറകളിൽ നിന്ന് ഈ പ്രിയ മകൾക്ക് നല്ലൊരു യാത്രയപ്പ് നൽകുന്നതിന് വേണ്ടി വന്നു ചേർന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ ശുശ്രൂഷ ഏറ്റവും മഹത്തരമായി മാറ്റുന്നതിനും പ്രത്യാശാപൂരിതവും ഭക്തി നിർഭരവുമായ ഒരു നല്ല ശുശ്രൂഷ പ്രിയ മകൾക്ക് നൽകണം എന്ന ചിന്തയിൽ ഇവിടെയായിരിക്കുന്ന കർത്തൃമാർക്കും എൻ്റെ വന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഈ കുടുംബത്തിലെ വാത്സല്യ പിതാവും മാതാവും അവർക്കുണ്ടായ വേദന, നഷ്ടം, ഞാൻ നഷ്ടമെന്ന് പറയുന്നൊരു വാക്ക് ഉച്ചരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവർക്കുണ്ടായ ഈ വേർപാട് എന്ന് പറയുന്നത് അവർക്ക് താങ്ങുന്നതിനും അപ്പുറമാണ്. ദുഃഖത്തിൻ്റെ ആഴം അളക്കപ്പെടുന്നത് പലപ്പോഴും, അല്ലെങ്കിൽ അതിൻ്റെ തീവ്രത അളക്കപ്പെടുന്നത് മാതാപിതാക്കൾ ജീവിച്ചിരിക്കെ മക്കൾ ലോകം വിട്ടു പോകുന്നു എന്ന് അകാലത്തിൽ ലോകത്തുനിന്ന് മാറ്റപ്പെടുക എന്ന് പറയുന്നത് അതിൻ്റെ തീവ്രത കൂടും. ഇവിടെ ഇരിക്കുന്ന നമുക്കെല്ലാവർക്കും അറിയാം, വളരെ ചെറുപ്രായത്തിൽ തന്നെയാണ് ഈ പ്രിയ മകൾ ഏതാണ്ട് 70 ദിവസം ബാക്കി നിൽക്കെ, 33 വയസ്സ് പൂർത്തിയാകാൻ 70 ദിവസം ബാക്കി നിൽക്കെ ഈ പ്രിയ മകളെ വിശ്രമത്തിനായി കർത്താവ് വിളിച്ചു. 33 വയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ചെറിയ കാര്യമല്ല, നല്ലൊരു കാര്യം തന്നെയാണ്. എന്നാൽ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ജീവിച്ചു കൊതി തീർന്നില്ല എന്ന്. നമ്മൾ എത്ര കാലം ജീവിച്ചു എന്നതിനല്ല പ്രസക്തി, നമ്മളെങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ്. ഈ വേർപാടിൽ പ്രിയ മകൾക്ക് ഒരു നല്ല യാത്രയപ്പ് നൽകുകയും പ്രിയ ദുഃഖത്തിലിരിക്കുന്ന മക്കളെ ആശ്വസിപ്പിക്കുവാനും നമ്മുടെ സാന്നിധ്യം ഇവിടെ ആയിരിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് എത്ര കാലം ജീവിച്ചു എന്നതിനേക്കാൾ അപ്പുറത്ത് നാം എങ്ങനെ ജീവിച്ചു എന്ന് ചിന്തിക്കേണ്ടതുമാണ്. മരണത്തെ സംബന്ധിച്ച് ധാരാളം പഠനങ്ങൾ ലോകത്തിൽ നടക്കുന്നുണ്ട്. ഞാനൊരു കാര്യം ഇവിടെ നിൽക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഈ മകൾക്ക് കേൾക്കാൻ കഴിയാത്ത മറ്റൊരു അവസ്ഥയിലേക്ക് മകൾ മാറ്റപ്പെട്ടു കഴിഞ്ഞു. ഇവിടെ നിൽക്കുന്നവരോടും ഈ ദുഃഖത്തിലിരിക്കുന്നവർക്കുമാണ് ഈ സന്ദേശം നൽകുന്നത്. ജനനം എന്ന 3 അക്ഷരത്തിൽ തുടങ്ങി എന്ന 3 അക്ഷരത്തിൽ അവസാനിപ്പിക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം. ജനം എന്ന 3 അക്ഷരത്തിൽ തുടങ്ങി മരണം എന്ന 3 അക്ഷരത്തിൽ അവസാനിക്കുന്നതല്ല നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. ജീവിതം വളരെ നിർണായകമാണ്. ദൈവത്തിൻ്റെ ഏദൻ പർദീസായിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ കാര്യപരിപാടിയിൽ മരണമെന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടായിരുന്നില്ല. ദൈവത്തിൻ്റെ മനോഹരമായ ഏദൻ പൂങ്കാവനത്തിൽ അവരെ ആക്കി. ഈ ഭൂമിയെ അടക്കി ഭരിക്കുവാൻ, പെറ്റുപെരുകി ഈ ഭൂമിയിൽ വാഴുവാനാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചാക്കിയത്. പിന്നെ എന്തുകൊണ്ട് മരണം ഈ ലോകത്തിൽ പ്രവേശിച്ചു? നമുക്കറിയാം, പാപത്തിൻ്റെ ഫലമാണ് മരണം, പാപത്തിൻ്റെ ശമ്പളമാണ് മരണം എന്ന് തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. റോമാലേഖനം 5-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു. ഈ മരണം കഴിഞ്ഞ 6000 വർഷമായി ഭൂമിയിൽ ഒടുക്കത്തെ ശത്രുവായി വാഴുകയാണ്. ഈ മരണത്തെ ജയിക്കുവാൻ ലോകം, ശാസ്ത്രം അതിൻ്റെ അത്യുച്ചകോടിയിലെത്തിയെന്ന് അവകാശപ്പെടുമ്പോഴും മരണത്തെ ജയിക്കുവാൻ തക്കവണ്ണം ആർക്കും സാധിച്ചിട്ടില്ല, ഇനിയൊട്ട് സാധിക്കുകയുമില്ല. വലിയവനെന്നോ ചെറിയവനെന്നോ വലിപ്പ ഭേദമില്ലാതെ കൊട്ടാരമായാലും വിട്ടേ മതിയാകൂ, കോട്ടയ്ക്കകത്തും മൃത്യു കടന്നു ചെല്ലും. 10,000 നില പൊക്കി പണിതാലും അതിനുള്ളിലും മൃത്യു കടന്നു ചെല്ലും. മരണത്തിനോട് നാളെ പോയി വാ, ഞാൻ നാളെ വരാം എന്ന് പറയാൻ ആർക്കും സാധ്യമല്ല. മരണം ഒരു നിഴൽ പോലെ മനുഷ്യനെ ഇങ്ങനെ പിന്തുടരുകയാണ്. മരണം ഏതു സമയത്തും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. നമ്മളിങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ജീവിച്ചിരിക്കുമ്പോൾ ലൈഫ് ഈസ് ഷോർട്ട്, ഡെത്ത് ഈസ് ഷുവർ. ആഫ്റ്റർ ഡെത്ത് വേർ വിൽ സ്പെൻഡ് അവർ എറ്റേണിറ്റി. ജീവിതം വളരെ ചെറുതാണ്, പക്ഷേ മരണം നിശ്ചയമാണ്. പക്ഷെ മരണാനന്തര ജീവിതം എവിടെ ചിലവഴിക്കും എന്ന് നാം ജീവിച്ചിരിക്കുമ്പോൾ
ചിന്തിക്കണം. ഇവിടെ നാം വായിച്ച സങ്കീർത്തനം 90 സങ്കീർത്തനമാണ്. വളരെ മനോഹരമായൊരു സങ്കീർത്തനം. ആ സങ്കീർത്തനത്തിൽ ദൈവഭക്തനായ ഇസ്രായേൽ എക്കാലത്തെയും മഹാപുരോഹിതനായ മഹാ ആത്മീയ ആചാര്യനായ അഹരോൻ മരിച്ചു കിടക്കുമ്പോൾ തൻ്റെ സഹോദരനായിരിക്കുന്ന മോശ പാടിയ ഒരു സങ്കീർത്തനമാണ് 90 സങ്കീർത്തനം. 124 വയസ്സുള്ള അഹരോനാണ് 123 വയസ്സുള്ള അഹരോനാണ് മരിച്ചു കിടക്കുന്നത്. 120 വയസ്സുള്ള മോശയാണ് പാടുന്നതും. എന്താണ് അതിലെ വാക്കുകൾ അറിയാം. മനുഷ്യന്റെ ആയുസ് 70 സംവത്സരം, ഏറെയാൽ 80. പക്ഷേ ആ 70ന്റെ പകുതിയിൽ ഈ മകൾ എത്തിയില്ല. അതൊരു നഷ്ടമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഈ മകളുടെ വേർപാടിനെ സംബന്ധിച്ച് അതൊരു ദൈവഹിതം, ദൈവിക നിശ്ചയം, അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മൾക്കെല്ലാം അപ്രതീക്ഷിതമാണ്. 90 വയസ്സുള്ള അമ്മച്ചി മരിച്ചാലും 98 വയസ്സുള്ള അപ്പച്ചൻ മരിച്ചാലും അപ്രതീക്ഷിതമാണ്. പക്ഷെ മനുഷ്യനെല്ലാം അപ്രതീക്ഷിതമാണ്. പക്ഷേ ദൈവത്തിന് വളരെ വ്യക്തമായി ഇവിടെ നിൽക്കുന്ന എല്ലാ മനുഷ്യനെ കുറിച്ചും ദൈവത്തിന് അറിയാം. ദൈവത്തിൻ്റെ പ്രോഗ്രാമിൽ അനിശ്ചിതത്വം, അപ്രതീക്ഷിതം എന്നൊരു വാക്കില്ല. എല്ലാം ദൈവം അറിയുന്നു. ഒരു വ്യക്തി ഭൂമിയിൽ ജനിച്ചു വീഴുമ്പോൾ തന്നെ അവൻ്റെ മരണം ദൈവത്തിനറിയാം. അപ്പോൾ എന്താണ് ഇവിടെ മോശ പാടുന്നത്? 70 സംവത്സരം, ഏറെയാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപം, പ്രയാസവും ദുഃഖവും എത്രേ, അത് വേഗം തീരുകയും നാം പറന്നു പോവുകയും ചെയ്യും. അതിൻ്റെ അർത്ഥം തന്നെ ജീവിതം വളരെ ചെറുതാണ്. അതിനപ്പുറത്തൊരു ജീവിതമുണ്ട്. നാം വായിച്ചു കേട്ടു ആ സങ്കീർത്തനത്തിൽ, നമ്മുടെ 1000 ദിവസം ദൈവത്തിനൊരു ദിവസമാണ്. ദൈവത്തിൻ്റെ ഒരു ദിവസം 1000 ദിവസവുമാണ്. ദൈവത്തിൻ്റെ ഒരു ദിവസം പോലും ഒരു മനുഷ്യനെ ഈ ഭൂമിയിൽ ജീവിച്ചിട്ടില്ല. ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് 969 വർഷം ഭൂമിയിൽ ജീവിച്ച മെതുശലേഖ് എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ചാണ്. അതാണ് ബൈബിളിൽ ഈ ഭൂമിയിൽ ജീവിച്ച ഏറ്റവും കൂടുതൽ പ്രായമുള്ള മനുഷ്യൻ മെതുശലേഖ്. ദൈവത്തിൻ്റെ സ്വന്തം സ്വരൂപത്തിൽ, ദൈവത്തിൻ്റെ സ്വന്തം ഛായയിൽ ദൈവം സൃഷ്ടിച്ച ആദാമാകട്ടെ 930 വർഷത്തിൽ ഈ ലോകം വിട്ട് കടന്നുപോയി. അപ്പോഴും ദൈവത്തിൻ്റെ ഒരു ദിവസത്തിൽ പ്രവേശിക്കുവാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. ദൈവത്തിൻ്റെ ഒരു ദിവസം പോലും ഈ ഭൂമിയിൽ ആരും ജീവിച്ചിട്ടില്ല. അപ്പൊ എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ ആയിരിക്കുന്ന പദ്ധതി എന്ന് പറയുന്നത് നാം എത്ര നാൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നു എന്നത് അല്ല, മറിച്ച് നാം എങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ദൈവഭക്തനായ മോശ പാടിയതുപോലെ, ദൈവമേ, ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ബുദ്ധി ഉപദേശിക്കണമേ. ഞങ്ങളെ ബുദ്ധി ഉപദേശിക്കണമേ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ നാളുകളെ നിങ്ങൾ എണ്ണിക്കൊണ്ടിരുന്നാൽ എന്തായിരിക്കും നേട്ടം? ദാവീദ് 39 സങ്കീർത്തനത്തിൽ 14 വാക്യത്തിൽ ദാവീദ് ഇങ്ങനെ പറയുന്നു, യഹോവ എൻ്റെ ആയുസ് എത്രയെന്ന് എന്നെ അറിയിക്കണം, എൻ്റെ അവസാനത്തെ എന്നെ അറിയിക്കണം. ഞാൻ എത്ര ക്ഷണികനെന്ന് ഞാൻ അറിയുമാറാകണം. മനുഷ്യൻ ക്ഷണികനാണ് എന്നറിയുന്നതാണ് ഏറ്റവും വലിയ വിവേകമെന്ന് പറയുന്നത്. മനുഷ്യൻ്റെ ആയുസ് നിസ്സാരമാണ്, ക്ഷണഭങ്കുരമാണ് അത് എന്ന് മനസ്സിലാക്കുന്നതാണ് ദൈവികമെന്ന് പറയുന്നത്. ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് വളരെ ക്ഷണികമാണ്. അതുകൊണ്ടാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്, ദൈവമേ, എൻ്റെ ആയുസ് എത്രയെന്ന് എന്നെ അറിയിക്കണമേ. ഏതാണ്ട് 70 വർഷമായപ്പോൾ ദാവീദ് ഈ ലോകം വിട്ട് കടന്നുപോയി എന്നാണ് തിരുവചനത്തിൽ നാം വായിച്ചാൽ മനസ്സിലാകുന്നത്. ദീർഘനാളുകൾ ജീവിക്കാൻ കഴിയുന്നതല്ല ഭാഗ്യമെന്ന് പറയുന്നത്. നമ്മുടെ മക്കളെയും തലമുറകളെയും കൊച്ചുമക്കളെയൊക്കെ കണ്ട് ഈ ഭൂമിയിലെ സകല സൗഭാഗ്യങ്ങളും അതെ അനുഭവിച്ച് ജീവിക്കുക എന്ന് പറയുന്ന മഹത്തരമായ കാര്യമല്ല, മറിച്ച് നാം ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ നിത്യത എവിടെ ചെലവഴിക്കുമെന്ന് ചിന്തിച്ചതിന് ഒരു അർത്ഥം കണ്ടെത്തി കടന്നു പോകുന്നതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ മേൽത്തരമായ മഹത്വം എന്ന് പറയുന്നത്. ആകയാൽ ഈ സമയത്ത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, നാം ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട, ദൈവമേ, ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ബുദ്ധി ഉപദേശിക്കണം. നമ്മുടെ നാളുകൾ എണ്ണിയാൽ നമുക്ക് ദൈവഭയത്തോടെ ജീവിപ്പാൻ സാധിക്കും. ദൈവമാണ് സകലത്തെ നിർമ്മിച്ചവൻ.
ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ മനുഷ്യൻ നിസ്സാരനാണ്. മനുഷ്യൻ്റെ ആയുസ് വയലിലെ പൂ പോലെയാണ്. ഏതു മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമാണ്. മനുഷ്യനെല്ലാം നിഴലായി പോകുന്നു എന്ന ചിന്തയിൽ ജീവിക്കുവാൻ കഴിയുന്നത് നമ്മുടെ ആയുസ്സിനെ കുറിച്ച് നമ്മൾ അറിയുമ്പോഴാണ്. നമ്മൾ ആയുസ്സിനെ കുറിച്ച് അറിയത്തില്ല. ഇനിയും എനിക്ക് ധാരാളം കാര്യങ്ങൾ ഈ ഭൂമിയിൽ ചെയ്തു തീർക്കാൻ സാധിക്കും എന്ന ചിന്തയിലാണ് പലരും ജീവിക്കുന്നത്. പക്ഷെ നാം ജീവിച്ചിരിക്കുമ്പോൾ അല്പായുസ്സുള്ളവരാണ്. ദൈവഭക്തനായ ഇയ്യോബ് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അല്പായുസ്സുള്ളവനാണ്, കഷ്ടസമ്പൂർണനാണ്, അവൻ പൂ പോലെ വിടർന്നു കൊഴിഞ്ഞു പോകുന്നു. സ്ത്രീ പ്രസവിക്കാത്ത രണ്ടുപേരെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അല്പായുസ്സുള്ളവൻ, കഷ്ടസമ്പൂർണനുമാണ് എന്ന് ബൈബിൾ പറയുമ്പോൾ സ്ത്രീ പ്രസവിക്കാത്ത രണ്ടുപേരുണ്ട് തിരുവചനത്തിൽ. ആദമവ ദമ്പതിമാർ. അവർ കഷ്ടസമ്പൂർണരായിരുന്നു. ഒരു സായം സന്ധ്യയിൽ കലങ്ങിയ കണ്ണുകളുമായി കരഞ്ഞ് ഏദന്റെ പടിയിറങ്ങുന്ന അനുഭവം. അവരുടെ തേജസ് നഷ്ടപ്പെട്ടു പോയി, ദൈവമായുള്ള സംസർഗം നഷ്ടപ്പെട്ടു പോയി. കടുത്ത ദുഃഖത്തിൽ അവര് ഈ ശാപഗ്രസ്തമായ ഭൂമിയിലേക്ക് ഇറങ്ങിപ്പോകുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത് വളരെ ഭയാനകമായ നിമിഷമാണ്. മാത്രമല്ല, അവർ കാണുകയാണ് ആരാധനയോടുള്ള ബന്ധത്തിൽ രണ്ടു മക്കളെ ആരാധിക്കുവാൻ പറഞ്ഞു വിടുമ്പോൾ രണ്ടു മക്കളും വീട്ടിൽ തിരിച്ചെത്തിയില്ല. മൂത്തവൻ ഇളയവനെ കൊന്നു. ഇളയ മകൻ നോദ് ദേശത്തേക്ക് ഓടിപ്പോയി. ജീവിതത്തിൽ ദുഃഖപൂർണരായി കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായി അവർ ഈ ഭൂമിയിൽ ജീവിച്ചു. ഇത് വിളിച്ചറിയിക്കുന്നത് മനുഷ്യ ജീവിതം, സ്ത്രീ പ്രസവിച്ചവൻ മനുഷ്യർ അല്പായുസ്സുള്ളവനും കഷ്ടസമ്പൂർണനുമാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഇതിൽ നിന്ന് രക്ഷപ്പെടുവാൻ നമുക്ക് സാധിക്കുകയില്ല. ദൈവം നമുക്കൊരുക്കിയിരിക്കുന്ന ഒരു സൗഭാഗ്യമുണ്ട്. കർത്താവ് യേശു ക്രിസ്തു ഇങ്ങനെയാണ് പറഞ്ഞത്: ഞാൻ പോകുന്നു, ഞാൻ നിങ്ങൾക്കായി സ്ഥലം ഒരുക്കാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെ ചേർക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ഇരുത്തേണ്ടതിന് ഞാൻ ചേർത്തുകൊള്ളാം. ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഒരു ഭാഗ്യകരമായ അവസ്ഥ എല്ലാവർക്കുമല്ല. കർത്താവ് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവത്തിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിച്ച് ജീവിക്കുന്നവർക്ക് വേണ്ടിയാണ് കർത്താവ് രണ്ടാമത് വരുന്നത്. ബൈബിൾ എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യം പറയുന്നു: ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവ മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു. 28-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അങ്ങനെ തന്നെ ക്രിസ്തു രണ്ടാമതായി ഒരിക്കൽ പ്രത്യക്ഷനായി രണ്ടാമത് തനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. പാപം കൂടാതെ രണ്ടാമത് കർത്താവ് പ്രത്യക്ഷനാകുന്നത് തനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാനാണ്. മരണം ക്രിസ്തുവിൽ മരിച്ചു എന്ന് പലപ്പോഴും നാം പറയാറുണ്ട്. പക്ഷെ മരിക്കാൻ വേണ്ടിയല്ല ഈ ഭൂമിയിൽ ആരും ജനിച്ചു വീഴുന്നത്. ഇതിനകത്ത് ചില പ്രോസസ്സുണ്ട്, അത് നാം മറക്കരുത്. ക്രിസ്തുവിൽ ജനിച്ച് ക്രിസ്തുവിൽ ജീവിച്ച് ദൈവത്തിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ച് ക്രിസ്തുവിൽ മരിച്ച് പോകുന്ന വിശുദ്ധന്മാരെ ചേർക്കാനാണ് കർത്താവ് വരുന്നത്. ക്രിസ്തുവിൽ മരിക്കണം എന്നുള്ളത് അവസാന സമയത്തെ ചിന്തയല്ല. ക്രിസ്തുവിൽ ജീവിച്ചവർക്കാണ് ക്രിസ്തുവിൽ മരിക്കാൻ സാധിക്കുന്നത്. മരിച്ചുപോയി ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാരെ ചേർക്കാനാണ് കർത്താവ് വരുന്നത്. അവിടെയും ഈ പ്രിവിലേജ് എല്ലാവർക്കും ലഭിക്കുകയില്ല. ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാരെ ചേർക്കാൻ 2 പുനരുത്ഥാനം 2 മരണം ഒക്കെ ബൈബിൾ രേഖപ്പെടുത്തുന്നുണ്ട്. എന്നാൽ 1-ാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ വിശുദ്ധനും നീതിയും ഭാഗ്യവാനുമാകുന്നു. അവൻ്റെ മേൽ 2-ാം മരണത്തിന് അവകാശമില്ല. 2-ാം മരണത്തെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: എന്താണ് 2-ാമത്തെ മരണം? ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെ തീപ്പൊയ്കയിൽ തള്ളിയിടും. ഇതാണ് 2-ാമത്തെ മരണം. അപ്പം മനുഷ്യന് 2 മരണം 2 പുനരുത്ഥാനമുണ്ട്. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ഒരുപക്ഷെ 70, 75, 80, 60 അല്ലെങ്കിൽ 54, 58 വയസ്സിലൂടെ കടന്നു പോകുന്ന നാം ചിന്തിക്കണം. നാം ജീവിച്ചിരിക്കുമ്പോൾ ആ ക്രിസ്തുവിൻ്റെ 1-ാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവരായി ക്രിസ്തുവിനെ അറിഞ്ഞ് ക്രിസ്തുവിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കണം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഞാൻ വളരെ വേഗത്തിൽ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. ലോകം ഭരിച്ച ഏറ്റവും സമർത്ഥനായ ഒരു ജ്ഞാനിയായ രാജാവാണ് ശലോമോൻ രാജാവും. ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെ സസൂക്ഷ്മം നിരീക്ഷിച്ച് ജീവിതത്തിൻ്റെ ആകത്തുക അല്ലെങ്കിൽ ലൗകിക ജീവിതത്തിൻ്റെ ആകത്തുക എന്താണെന്ന് അദ്ദേഹം സഭാപ്രസംഗിയിൽ എഴുതി. അദ്ദേഹത്തിൻ്റെ നിഗമനങ്ങൾ പലപ്പോഴും വായിക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ചിന്തകൾ വായിക്കുമ്പോൾ എനിക്ക് പലപ്പോഴും അദ്ദേഹത്തോട് ഒരു അസൂയ തോന്നാറുണ്ട്. എല്ലാ മേഖലകളും അരിച്ചു പറക്കിയ മനുഷ്യൻ പറയാണ് എന്താണ് ജീവിതത്തിൻ്റെ ആകത്തുക. അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, സഭാപ്രസംഗി
12 13 വാക്യത്തിൽ സഭാപ്രസംഗി 12:13 എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്: എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക. ഇവിടെ ധാരാളം ആരാധനാലയങ്ങളും ക്ഷേത്രങ്ങളും പള്ളികളും മോസ്കുകളും ഒക്കെ നിലകൊള്ളുന്നു എങ്കിലും എല്ലാറ്റിൻ്റെയും സാരം ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുക. ഇതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. അടുത്ത വാക്യം ഇങ്ങനെയാണ് അതിൻ്റെ തുടർച്ചയായിട്ട്: ദൈവം നല്ലതും തീയതുമായ സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. ജീവിതത്തിൻ്റെ ആകെ തുകയെന്ന് പറയുന്നത് ഫിയർ ദ ലോർഡ് ആൻഡ് കീപ് ഹിസ് കമാൻഡ്മെന്റ്. ദിസ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ ഓൾ ദ മാൻ. ഇതാവുന്നു സകല മനുഷ്യൻ്റെയും കടമ. ആ കടമ എല്ലാവർക്കുമുണ്ട്. എല്ലാവരും ആ കടമ പാലിക്കുവാൻ വേണ്ടിയാണ് ദൈവം ഈ ഭൂമിയിൽ നമ്മെ ആക്കിയിരിക്കുന്നത്. നമ്മുടെ ലക്ഷ്യം, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ പ്രിയ മകൾക്ക് ഒരു യാത്രയപ്പ് നൽകുവാൻ നമ്മളിവിടെ കൂടി വരുമ്പോൾ ഇത് വിളിച്ചറിയിക്കുന്നു: ഇന്ന് ഞാൻ, നാളെ നീ. മരണം ഒരു നിഴല് പോലെ നമ്മെ പിന്തുടരുമ്പോൾ പൗലോസ് അപ്പോസ്തലനോട് ചേർന്ന്, ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ എന്ന് പറയുവാൻ തക്കവണ്ണം നാം ഒരു ദൈവ പൈതലായി ജീവിക്കണം. കർത്താവ് യേശു ക്രിസ്തു തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കാൻ ലോകത്തിൽ വേഗം വരാൻ പോവുകയാണ്. ലോകത്തിൽ നടക്കേണ്ട സംഭവം അതാണ്. ഇവിടെ നിൽക്കുന്നവരാരെങ്കിലും കർത്താവ് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ നല്ലതും തീയതുമായ സകല രഹസ്യങ്ങളെയും ന്യായം വിധിക്കുന്ന ന്യായവിസ്താര ദിനത്തിൽ നാം നിൽക്കേണ്ട ഒരു സമയമുണ്ട്. നമുക്ക് ഈ ഭൂമിയിൽ തന്ന ജീവിതം നമ്മൾ എങ്ങനെ നയിച്ചു എന്ന് കണക്ക് ബോധിപ്പിക്കണം. ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കണം. ആ ദൈവത്തെ ഭയപ്പെടുവാൻ ശലോമോൻ പറയുകയാണ്. ആ ദൈവത്തെ ഭയപ്പെട്ടവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കണം. കാരണം ദൈവം മനുഷ്യനെ ന്യായം വിധിക്കാൻ ഉപയോഗിക്കുന്ന മാനദണ്ഡം ഈ ലോകത്തിലെ സകല ജുഡീഷ്യറിയിലും സ്ഥാപിതമായിരിക്കുന്ന ദൈവത്തിൻ്റെ 10 കൽപ്പനയാണ്. അതിലാണ് എല്ലാ നിയമവ്യവസ്ഥകളും നിലകൊള്ളുന്നത്. ആ ദൈവത്തിൻ്റെ 10 കൽപ്പനകളെ അനുസരിച്ച് ദൈവമുള്ളവരായി, ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നവരായി ജീവിക്കുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. നമ്മുടെ കർത്താവ് വരാറായി. ക്രിസ്തുവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. ആ ഭാഗ്യകരമായിരിക്കുന്ന അവസ്ഥയിലേക്കുള്ള ഒരു പ്രവേശനമാണ് പ്രിയമകൾക്ക്. അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെയാണ് പറയുന്നത്: എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്ന ലാഭവും. മരിച്ചാൽ സ്വർഗത്തിലേക്ക് ഉടനെ പോകുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം ഇതാണ്, നാം മനസ്സിലാക്കണം. മരിച്ചാൽ പലരും ചിന്തിക്കാറുണ്ട് സ്വർഗത്തിലേക്കാണ്. ഒരിക്കലുമില്ല. സ്വർഗത്തിലേക്കാണ് പോകുന്നതെങ്കിൽ ക്രിസ്തു തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കാൻ ഭൂമിയിൽ വരേണ്ട ആവശ്യമില്ല. കാരണം വിശുദ്ധന്മാരെല്ലാം അങ്ങോട്ട് എത്തി എന്നാണ് അത് വിളിച്ചറിയിക്കുന്നത്. പക്ഷേ അതിൻ്റെ ആശയം അങ്ങനെയല്ല. അതിൻ്റെ ആശയം ഇങ്ങനെയാണ്: എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു, മരിക്കുന്ന ലാഭം. ഞാൻ എന്തിനു വേണ്ടി ഭൂമിയിൽ ജീവിച്ചപ്പോൾ ആഗ്രഹിച്ചു ആ മഹത്വകരമായ പ്രത്യാശയിലേക്കുള്ള ഒരു എൻട്രൻസ്, ഒരു പ്രവേശന കവാടത്തിലേക്ക് ഞാൻ പ്രവേശിച്ചു. അതാണ് മരണം. നമ്മുടെ ജീവിതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാം ജീവിച്ചിരിക്കുമ്പോൾ മകൻ എന്ന നിലയ്ക്ക്, ഭർത്താവെന്ന നിലയ്ക്ക്, ഭാര്യ എന്ന നിലയ്ക്കോ, മകളെന്ന നിലയ്ക്ക്, മരുമകൻ, മരുമകൾ, പിതാവ്, മാതാവ്, അമ്മായിപ്പൻ, അമ്മായിമ്മ, സഹോദരൻ, സഹോദരി, വിശ്വാസി, അയൽക്കാരൻ എന്ന നിലയ്ക്ക് നമ്മുടെ കടമകൾ എന്താണ്? നമ്മുടെ കടമകൾ തിരിച്ചറിഞ്ഞ് ഈ നശ്വരമായ ലോകത്തിൽ നിന്നും അനശ്വരമായ ഒരു നിത്യത ദൈവം നമുക്ക് ഒരുക്കുന്നു. ആ നിത്യതയിൽ രോഗമില്ല, കഷ്ടമില്ല, മരണമില്ല, മുറവിളിയില്ല. അവിടെ യാതൊരു വേർതിരിവുമില്ല. അവിടെ മനുഷ്യരെല്ലാം ഒരുപോലെ. ആ ഒരു മകൾ സുദിനം സമാഗതമായിരിക്കുന്നു. ആ ഒരു പ്രത്യാശയിലേക്ക് മുന്നേറുവാൻ തക്കവണ്ണം നമുക്ക് ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ സമയവും ചിന്തയും അധ്വാനവും ദൈവം ഒരുക്കുന്നതായ ആ നിത്യതയ്ക്ക് വേണ്ടി ആയിരിക്കാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കട്ടെ. എനിക്കിങ്ങനെ ഒരു സമയം തന്ന പ്രിയ പാസ്റ്ററിനോട്, എന്നെ സാവധാനം കേട്ട നിങ്ങൾക്ക് എൻ്റെ നന്ദി അറിയിക്കുന്നു.